ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് സൗദി അറേബ്യയിലെ ദമാമിലെ വ്യാഴാഴ്ച മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാൻ തോന്നി. ഇത് എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇവിടെ ഉണ്ടാകും ഈ ഒരു മാർക്കറ്റ്. അപ്പോൾ കുറേ നാളായി ഞാനിവിടെ വരണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കൂടെ കാണിച്ചു തരണം എന്ന് തോന്നി. അപ്പോൾ ഞാനിതാ ആ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് ഈ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ ഒരുപാട് ബേഡ്സുകളുണ്ട്, പൂച്ചകളുണ്ട്, കോഴികളുണ്ട്, അങ്ങനെ. അപ്പോൾ ഒത്തിരി നമ്മളെ നാട്ടിൻപുറത്ത് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഒന്ന് കാണാം. ഇപ്പോൾ സമയം 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. അവർ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവരുടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിനുള്ളിൽ കൂടി മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഇനിയും ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, നല്ല വൈറ്റ് കളറിൽ അരയണം, പിന്നെ അതുകൂടാതെ താറാവ്, കിനിക്കോഴിയുണ്ട്. നല്ല സൂപ്പറല്ലേ ഇതിനെ കാണാൻ. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്, ഇത്ര വലുതിനാ. പിന്നെ അതാ അടിപൊളി പ്രാവുകളുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമായത് വേറൊരു കാര്യം കേട്ടോ, അതാ സൂപ്പർ പൂച്ചല. എന്ത് രസമാണ് ഇതിനെ കാണാൻ, നല്ല ക്യൂട്ട്, പല വെറൈറ്റി കളറിലുള്ളത്. അപ്പോൾ സമയം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ അതാ വന്ന് തുടങ്ങി. ഓരോരുത്തർ വന്നിട്ട് സാധനങ്ങൾ വാങ്ങി പോവുകയാണ്. പൂച്ചേനെ വാങ്ങുന്നുണ്ട്, കോഴീനെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ എല്ലാവരും ഇതാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വാങ്ങി പോവുകയാണ്. പിന്നെ അതാ നമുക്കിവിടെ കാണാൻ പറ്റും നല്ല അടിപൊളി സ്റ്റൈലുള്ള ലവ് ബേർഡ്സിന്. ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ, വെറൈറ്റി പലതരത്തിലുള്ള പല കളറിലുള്ള ലവ് ബേർഡ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള തത്തേനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ചുണ്ട് അത്ര റെഡ് കളറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു സാധാരണ തത്ത അടിപൊളി സ്റ്റൈലുണ്ട്. പക്ഷേ കുറച്ച് ഇതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഈ ഒരു തത്തേനെയാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി തത്ത, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി തോന്നി. പിന്നെ ഈ കാണുന്നതൊക്കെ പെറ്റ്സിന് ആവശ്യമായ കൂടുകളും പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കേണ്ട പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൂടാതെ തന്നെ തൊട്ടപ്പുറത്ത് അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പേരൊന്നും എനിക്കറിയില്ല, എന്നാലും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ നല്ല വെള്ള മുയലിനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ മുയലുണ്ട് കേട്ടോ, അതിൻ്റെ കുട്ടിയാണോന്ന് അറിയില്ല. നല്ല അടിപൊളി രസമുണ്ട് കാണാൻ. പിന്നെ തൊട്ടപ്പുറത്ത് വലിയ സൈസ് കോഴിയുണ്ട്. പലതരത്തിലുള്ള കോഴീനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ ഇതുവരെ കാണാത്ത അത്രയും വെറൈറ്റി കോഴീനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല വലിപ്പമുള്ള താറാവുണ്ട്, പല സൈസിലുള്ള താറാവ്. ഈ ഒരു കോഴീനെ നോക്കിയേ, ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഒരു കോഴീനെ കാണുന്നത്. കാരണം തമിഴ്നാട്ടിലൊക്കെ സിനിമയിലൊക്കെ നമ്മൾ കാണാറില്ലേ, കോഴിപ്പോരിനൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു ടൈപ്പ് കോഴിയാണ്. ഇതിൻ്റെ കഴുത്തും തലയൊക്കെ നല്ല വലിപ്പമുണ്ട്. ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ, ഇതിന് നല്ല വലിപ്പമുണ്ട്.
ഓരോരുത്തർ വന്നിട്ട് കോഴീനും താറാവിനൊക്കെ വില പേശി വാങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഇത് ഒരാൾ 2 വലിപ്പമുള്ള താറാവിനെ വാങ്ങി. അതിൻ്റെ കാലും കയ്യാലും കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അയാൾക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും നല്ല കനമുണ്ട്. കൊല്ലാനാണോ വളർത്താനാണോ എന്ന് അറിയില്ല. എന്തായാലും അയാൾ ആ താറാവിനെ കൊണ്ട് പോകുന്നു കണ്ടു. പിന്നെ ഇതാ കുഞ്ഞനെലി, ഇതിനെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എലിയെ കണ്ട അപ്പം തന്നെ അടിച്ചോടിയില്ലേ. ഇതും പെറ്റ്സ് വർഗത്തിൽ പെട്ടതാണ് കേട്ടോ. മുറ്റത്തൊരു മൈന, ഇതിനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാണുന്ന മാതിരി ഒന്നുമല്ല കേട്ടോ, ഇതിന് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്. ഇതിനെയും വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. أليف ودامه أليف بعد رجع لي. പിന്നെതാ നേരത്തെ കണ്ടതിൻ്റെ ബാക്കി ലവ് ബേർഡ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വെറൈറ്റി കളറിലുള്ള, നേരത്തെ മഞ്ഞയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനേക്കാളും കൂടുതൽ കളർ ഇതിലാണുള്ളത്. فيهم فايدة. طيوري قلبه في العشاء. طيوري قلبه ترى في العشاء. هذه من الغرب هذه لا هذا من الغرب. هذا من الجوز. 20.
ഇപ്പോൾ ഇതാ സമയം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ അവനവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കച്ചവടം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്, വെള്ളിയാഴ്ച അത് കാരണം നല്ല തിരക്കാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കോഴിക്കോട് മിഠായി തെരുവാണ് കേട്ടോ. അവിടെ സൺഡേ മാർക്കറ്റ് ഇങ്ങനെയാണല്ലോ. ഈ ഒരു തിരക്ക് വൈകുന്നേരം 4 മണി വരെ 5 മണി വരെയൊക്കെ ഉണ്ടാവുന്നുണ്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. ഡ്രസ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെർഫ്യൂം ഉണ്ട്, മൊബൈൽ പാർട്സുകളുണ്ട്, പിന്നെ യൂസ്ഡ് പാത്രങ്ങളുണ്ട് കേട്ടോ. അറബികളൊക്കെ യൂസ് ചെയ്തിട്ട് ഒഴിവാക്കിയ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ വാങ്ങാനൊക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അതായത് നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല നല്ല പാത്രങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.